അലിഫിന്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ. അല്ലാഹു ഞങ്ങളെ കാത്തിടണേ. കാരുണ്യക്കടലായ നാഥനല്ലാഹു ഞങ്ങൾക്ക് കനിഞ്ഞിടണേ. നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ. പാപികളാകും ഞങ്ങൾക്കെല്ലാം നേർവഴി നൽകണേ. ഇരുളണയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ. നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി തൗഫീഖേകല്ലാ, ഭാഗ്യം നൽകല്ലാ. ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ല മക്കളെ? അൽഹംദുലില്ലാ നമ്മളിവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഒത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വല്ലാതെ അങ്ങോട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരാത്തത് കേട്ടോ. അപ്പോൾ റിഷാ മൊയ്തു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണ്ടേ ഒന്ന് ലൈക്കുമ്പോൾ തൊടുകൊണ്ട് കേട്ടോ. പോണ പോക്കിൽ പിന്നെന്താ സ്കിപ്പ് അടിച്ചാതെ കാണുകൊണ്ട് ലൈക്കുമ്പോൾ തൊടുകൊണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കോളി. പിന്നെന്താ എന്ന് രാവിലത്തെ വിശേഷങ്ങൾ, ഇന്നത്തെ വിശേഷങ്ങൾ തിരക്ക് പിടിച്ച ദിവസമാണ് കേട്ടോ. ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഒന്നാണ് കാണിച്ചു തരുതി. ലിനുമോളെ സ്കൂൾക്ക് പറഞ്ഞേക്കാം കേട്ടോ. 2 തരം യൂണിഫോം ഉണ്ട് കേട്ടോ. ഒരു തരം ക്രീം കളറാണ് ഒന്നില്ലത്, ഒന്ന് ഈ വയലറ്റ് കളറും കേട്ടോ. ഇന്നിപ്പോൾ വയലറ്റ് കളർ യൂണിഫോമാണ്. പിന്നെന്താ രാവിലെ തന്നെ മക്കളെ കാക്കു തലേന്ന് മുട്ടയും പഴം കൊടുന്ന് വെച്ചിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുട്ടയും പഴം വാട്ടിക്കാണ്ട് തിന്നണം കേട്ടോ. അപ്പോൾ രാവിലെ ഓല് ഇത്തിരി എന്തെങ്കിലുമൊക്കെ തിന്നുമെങ്കിൽ ഇത് തിന്നുന്നുണ്ടെങ്കിൽ ഉഷാറാണ് അല്ലേ. അപ്പോൾ ഇത്തിരി ഉണ്ടാക്കിയാൽ മതി. 2 or 3 പഴം എടുത്ത് കാണ്ടാണ്, 2 മുട്ടയൊക്കെ എടുത്ത് കാണ്ടാണ് ഞാനിത് ഉണ്ടാക്കൽ കേട്ടോ. ഓൽക്കുന്ന കുട്ടികൾക്ക് ഒരു ഹെൽത്തി ആവുമല്ലോ, ഓല് തിന്നും ചെയ്യും. അപ്പം ഇന്നിപ്പോൾ അപ്പമൊന്നുമില്ല കേട്ടോ, അപ്പം പുട്ടൊന്നുമില്ല. അപ്പം എന്നാൽ ആ 1 കിലോ പഴം കൊണ്ട് അങ്ങോട്ട് വാട്ടിക്കാണ്ട് ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പം മക്കളൊക്കെ ഷെയ്മോളും കൊണ്ട് വിളിച്ചറിയണേ എനിക്കും വേണം ഇത്തിരി അറിയണ്ട. അപ്പോൾ ഇതും പറയണ്ടേ എനിക്കും വേണം ഇത്തിരി. അപ്പോൾ ഇത്തിരി കൂടുമ്പോഴത്തേന് 6 മക്കൾക്കും കൂടിയും ഒത്തിരി ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ ആ പഴമൊക്കെ നുറുക്കിക്കാണ്ട് ഒരു 3-4 മുട്ടയുണ്ടായിരുന്നു, അതങ്ങോട്ട് ഉണ്ടാക്കിട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ കുറേ വട്ടം ഉണ്ടാക്കിയത് പറഞ്ഞതാണ് കേട്ടോ വീഡിയോസിൽ. പഴം നെയ്യിൽ വാട്ടിക്കാണ്ടേ നന്നായിട്ട് വാട്ടുക. പഞ്ചസാര തുള്ളി ഇട്ടുകൊണ്ട് മധുരം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നല്ല പഴുത്ത പഴമാണെങ്കിൽ ഇടും വേണ്ട കേട്ടോ. 2 മുട്ടയും കുത്തി പിഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ അമ്മ പെറ്റെടുക്കുമ്പോഴൊക്കെ ഉണ്ടാക്കി തരുന്നതാണ്. പൈനാപ്പിൾ ഉണ്ട് കേട്ടോ. അപ്പം ഉമ്മാക്ക് എന്തെങ്കിലും ജ്യൂസ് അടിച്ചാൽ കൊടുന്ന് വെക്കണതാണ് കേട്ടോ. ഒന്നും തിന്നാൻ കഴിയില്ലല്ലോ. അപ്പോൾ പൈനാപ്പിളോ ഓറഞ്ചോ ആപ്പിളോ എന്തെങ്കിലും കൊടുന്ന് വെക്കും കേട്ടോ. ഉമ്മാക്കില്ല അങ്ങനെ കൊടുക്കും. അമ്മക്കിപ്പോൾ എല്ലാം കഴിക്കാൻ കഴിയുമല്ലോ. പക്ഷേ ഇവിടെ തിരി ഉണ്ടാക്കിയാൽ പോരാ, നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ തന്നെ ബേബിയാളൊക്കെ ഓടി വരും. ഇരുന്നായിട്ട് കണ്ട് ലേസം ചോറും ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിന് മക്കളൊക്കെ ഇതാക്കണ തിരക്ക് കൂട്ടൽ തുടങ്ങിയാണ്. രാവിലെ എച്ചുമോളി ലിനുമോളി സ്കൂൾക്ക് ഇറങ്ങിയേക്കണ തിരക്കാണ് കേട്ടോ. കാക്കും ഞാനും പരക്കം പായണ. എന്നാലേ 2 സ്കൂൾക്ക് എത്തുള്ളൂ. കാരണം ബേബിയാളും കൂടി ഉണ്ടാവുമ്പോഴേ ഓല് നീച്ചണ നേരം ആ നേരം തന്നെ ആയിരിക്കും കേട്ടോ. ഓൽക്ക് ബാത്റൂം പോലും ബ്രഷ് ചെയ്യലും ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ടൈമിൽ തന്നെ ഓൽക്കും അപ്പം വേണ്ടി വരും കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് തരാമെന്ന് ഓലോട് പറയാൻ പറ്റൂല. അപ്പോൾ അതിന് കച്ചറ ഉണ്ടാക്കും. പിന്നെ ഷെയ്മോളും റിതു എന്ത് കേട്ടും ഓൽക്ക് വേണ്ടി ഓല് തിന്നുകാണ്ട് പെട്ടെന്ന് മുറിച്ച് ഓല് വേഗം സ്ഥലം കാലിയാക്കും കേട്ടോ. അപ്പം ഉമ്മാക്ക് ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചതായിരുന്നു കേട്ടോ. ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോയിക്കാണ്ട് ഇരുത്തിയിട്ടുണ്ട്. അപ്പം എന്നാൽ ആ ഇരുത്തൽ രാവിലെ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ചിക്കാണ്ട് ഞാനാണ് കുളിപ്പിച്ചു. എന്നാൽ എന്താണെന്നോ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാൻ വരുമ്പോഴും പിന്നെ നമ്മളെ പരിപാടി കാര്യങ്ങളൊക്കെ അതിൻ്റെ തിരക്കിലല്ലേ നമ്മൾ ചെയ്യുക. അപ്പം പിന്നെ രാവിലെ ആ കുളിയും കൂടിയാണ് കഴിഞ്ഞാൽ അതാ പറയണത് രാവിലെ പെരും എടുപ്പെടാ തിരക്കാര്യങ്ങൾ ഫോൺ വിളിച്ചാലൊന്നും എടുക്കാൻ കഴിയൂല. അപ്പം മാക്സിമം വാട്സപ്പ് ചെയ്ത് വെച്ചോണ്ട് 10-11 മണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വാട്സപ്പ് നോക്കും കേട്ടോ. കൊറിയറൊക്കെ എഴുതുന്ന ടൈം ആകുമ്പോൾ നമ്മളൊന്ന് നോക്കുമല്ലോ. അപ്പോൾ ഈ ലിനുമോളും ഇച്ചുമോളും പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നോക്കും കേട്ടോ. ചോറ് രാവിലെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിക്ക് ഞാൻ ഉരുളങ്കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ മീനാണ് കേട്ടോ. നല്ല മത്തിയാണ് കേട്ടോ, പഞ്ഞില്ല മത്തിയാണ്. അപ്പോൾ അതെന്തെങ്കിലും മുളിട്ട് കണ്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടാക്കുക. അപ്പോൾ രാവിലെ തന്നെ ജ്യൂസ് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. ചായ കുടിച്ചു കേട്ടോ. ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ജ്യൂസ് എന്തെങ്കിലും കൊടുക്കും. കാരണം നമ്മളെ പോലെ അപ്പൊന്നും തിന്നാൻ കഴിയൂല കേട്ടോ. പിന്നെ നമ്മൾ എന്തെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ തിരിച്ച അങ്ങനെ കൊടുക്കും. അപ്പോൾ ഒരു കൈതച്ചക്ക ഉണ്ട്, അതിൻ്റെ മുറി കൊണ്ടാണ് ഉണ്ടാക്കണം കേട്ടോ ഞാൻ ജ്യൂസ് അടിച്ചിട്ട്. ബാക്കി മുറി ഇനി ഞാൻ വൈകുന്നേരം അടിച്ചു. ഇപ്പം ഇനി ഷെയ്മോളും റിതുവില്ലല്ലോ, ഓല് 2 പോകും കേട്ടോ. റിതു അല്ലാതെ ചായ അടിച്ചൂല, ഓൻ ആ വെള്ളം അങ്ങനെ കുടിച്ചു കേട്ടോ. ഷെയ്മോള് പിന്നെ നേരമില്ല ഇതിനനുസരിച്ച് ഓള് തിന്നുകാണ്ട് ഓള് വേഗം സ്ഥലം വിടും. ഓൾക്ക് പിന്നെ ചോറൊക്കെ വേണം കേട്ടോ. ഇവന് പിന്നെ ചോറൊന്നും കൊണ്ടുപോകില്ല, എപ്പോഴെങ്കിലൊക്കെ കൊണ്ടുപോകുള്ളൂ. ആൺകുട്ടികളല്ലേ, ഓൾക്ക് ഇങ്ങനെ തന്നെയാണ് മടി. ഓൾക്ക് 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ ലെയ്മോ പബ്സോ അങ്ങനെ
എന്തേലൊക്കെ തിന്നാൻ. ഞാൻ ചോറൊക്കെ ഇവിടെ ആക്കൂ രാവിലെ, പക്ഷേ ഇത് കൊണ്ടുപോകില്ല, ഓന് മടിയാ. ആരും കൊണ്ടുവരണില്ലമ്മ, പിന്നെ ഞാനായിട്ട് കൊണ്ടുപോകണം, എന്നിട്ട് ഈ പെൺകുട്ടികളെ അടിയിൽ നിന്ന് കണ്ട് ഞാൻ തിന്നണം, എനിക്കാവൂല അറിയോന് കേട്ടോ. പട്ടിണി കിടക്കുന്നാലും ഓൽക്ക് കുഴപ്പമില്ല, അങ്ങനെയാണ്. പിന്നെ വൈകുന്നേരം വന്നിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നു കേട്ടോ, ചോറൊക്കെ ഉണ്ടാക്കി വെച്ചുക്കോല്ലോ നമ്മൾ. അപ്പോൾ ജ്യൂസ് അടിച്ചട്ടെ, ഇമ്മ കുളിച്ചണില്ല എന്ന് പറഞ്ഞു, അതാണ് ആ വെള്ളം എടുത്തുകൊണ്ട് ഞാൻ ചോറ്റക്ക് പാർന്നത് കേട്ടോ. ഞാൻ കുറച്ച് വെച്ചട്ടെ, രാവിലെ നല്ല മഴ ചോർന്നുണ്ട്, ചിലപ്പോൾ തണുപ്പുകൊണ്ട് ആരപ്പോൾ കുളിച്ചണില്ല എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ കൊണ്ടുപോയിക്കാണ്ട് അവിടെ ഇരുത്തിക്കാണ്ട് ചായൻ്റെ വെള്ളമൊക്കെ കൊടുത്ത് പോന്നിക്കണം. ഇനി ലേശം ജ്യൂസ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പണി ഒരുക്കുക. ബാക്കി ഇനി കുറച്ച് കൊറിയർ വിടാണ്ട്, കുറച്ച് എഴുതാനും ഉണ്ട്, അതിനൊക്കെയാണ് ഇരിക്കാമെന്ന് കരുതി കേട്ടോ. അടിച്ചു വരിക്കാണ്ട് വൃത്തിയാക്കി ഇട്ടിക്കണ്. ഇനി ഒഴിവെടുക്കാനും ഞാനാണ് തുടച്ചിടും, രാവിലെ തന്നെ ആകെ അടിച്ചു വരി തുടച്ചിടും കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ ആളുകളൊക്കെ അമ്മനെ കാണാനിങ്ങനെ വരുമ്പോഴേ, ഇന്നിപ്പോൾ വലിയ വൃത്തിയേടൊന്നുമില്ല ഔത്ത്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് അടിച്ചു വരി ഇട്ടിക്കാണ് കേട്ടോ. ആ മൂലക്കല ബക്കറ്റ് കണ്ട് കണ്ട് ചിരിച്ചാണ്ട് കേട്ടോ, അത് നമ്മളെ കാടി ബക്കറ്റാണ് കേട്ടോ. അത് രാവിലെ ഞാൻ അവിടെ അകത്ത് കൊടുന്ന് വെക്കും. എന്താണെന്നോ, കഞ്ഞിൻ്റെ വെള്ളവും അതൊക്കെ ഇങ്ങനെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കണ്ടല്ലോ. അപ്പം തന്നെ അയക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പഴമൊക്കെ ഉണ്ടാക്കി കണ്ടില്ല നിങ്ങൾ, അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ അപ്പം തന്നെ അയക്കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഇവിടെയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ മുറ്റത്ത് കൊണ്ടുപോയിക്കാണ്ട് അടുക്കള ഭാഗത്തേക്കാണ് വെക്കും. മറ്റിങ്ങനെ 10 അടുക്കളയിൽ കൂടെ പായാൻ നിൽക്കണം. അടുക്കള ആയാൽ പോരെ, നിങ്ങൾക്ക് അറിയില്ല, അവിടെ ലേഹർ റൂമും കാര്യങ്ങളൊക്കെ എല്ലാം ആണ്. അപ്പോൾ ഞാൻ എപ്പോഴൊന്നും അങ്ങോട്ട് പ്രവേശിക്കലില്ല. അവിടെ വൃത്തിയാക്കിയിട്ടാൽ അവിടെ താക്കോലിട്ട് പൂട്ടും, പിന്നെ ലേ ഉണ്ടാക്കിയാലും അവിടെ താക്കോലിട്ട് പൂട്ടും. പിന്നെന്താ, കട്ടിങ് ട്രേ മാറ്റാനായിക്കണ് താത്താ അറിയിപ്പങ്ങളില്ലേ. പിന്നെ തണുത്തള്ളൊന്നും വല്ലാതെ പറഞ്ഞില്ല കേട്ടോ, അമ്മക്ക് തണുത്തള്ളം വല്ലാതെ ഇഷ്ടമല്ല, അവൻ കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കരുതി. പിന്നെ പഞ്ചാര ഇല്ലാതെ പിന്നെ കുടിച്ചൂലമ്മ കേട്ടോ, ഷുഗറൊക്കെ ഉണ്ട്. എന്നാലും ഇപ്പം 2 ദിവസമായിട്ട് തീരെ വെയ്യ കേട്ടോ മക്കളെ. അപ്പോൾ ഇത്തിരീച്ച അങ്ങനെ കൊടുക്കും ജ്യൂസ്. അതേപോലെ രാഗി കുറുക്കിയത്, പിന്നെ നമ്മളതിന് എടിസ്പെടി കുറുക്കിയത്, അതൊക്കെ പറ്റ വെള്ളം പോലെ ആക്കണം കേട്ടോ. കുറുക്കിക്കാണ്ട് രാഗി ഇങ്ങനെ പറ്റ കുറുക്കിക്കാണ്ട് തിന്നണ പോലെ തിന്നാൻ പറ്റൂല. നമ്മൾ ഈ 3 മാസമായ കുട്ടികൾക്കൊക്കെ, പാല് തീരെ ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ രായി കനലാതെ ഉണ്ടാക്കി കൊടുക്കുമല്ലോ, ആ രൂപത്തിൽ ഉണ്ടാക്കി കൊടുക്കും. ഒത്തിരി പാലൊക്കെ പകർന്നുകാണ്ട് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കും. ആണെങ്കിൽ 2 ഏലക്കായൊക്കെ ഇടും കേട്ടോ. ഋതുവിനെയാണ് ചീത്ത പറയണ കേട്ടോ, ഓരോ തിരക്കുകൊണ്ട്. എന്താ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തോ എന്ന് പറയണം കേട്ടോ. ഓൻ എടുത്തേരി ഇത് എടുത്തേരി എന്നിങ്ങനെ പറയുമ്പോഴേ, ഓന് 9:10 മണിയൊക്കെ ആവും കേട്ടോ. ഓന് ഇവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാക്കൂൻ്റെ ബൈക്കുമ്മ പോവും, അല്ലെങ്കിൽ ബസ്സേറി പോവും. അധികം കാക്കൂൻ്റെ ബൈക്കുമ്മൽ തന്നെ പോവാം. ഇപ്പം ഈ ചങ്ങായിമാരൊക്കെ ബൈക്കുമ്മ വരുന്നുണ്ട് പറഞ്ഞിക്കാണ്ട് ഓനയിമ്മ പോകണം പറയും കേട്ടോ. ചിലപ്പോൾ ചങ്ങായിമാരാരെങ്കിലും കൊണ്ടുവരാൻ വരും. ഷെയ്മോള് പിന്നെ ബസ്സിനാണ് പോലെ. ഓള് പിന്നെ രാവിലെ നേരത്തെ ഓളെ ബസ് 8:40 8:30 വരും. അപ്പോൾ പിന്നെ ഓൾക്കില്ല ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചാൽ ഓൾ അങ്ങനെയാണ് പോട്ടോ. ഇത് ലേസം ജ്യൂസ് അടിച്ച് വെച്ചിക്കാണ്ട് ഇനി ഇമ്മാക്ക് ലേസം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൊറിയർ എഴുതാനും ബാക്കിയുള്ള പരിപാടിക്കും മുറ്റൊക്കെ അങ്ങനെ പരന്ന് കിടക്കാറ്. ഇവലെ സ്കൂൾക്ക് പറഞ്ഞേക്കോളം പെരും തിരക്കാരാണ് ഇയാളെ. നമ്മളെല്ലാവരുടെ പെരയിലും അങ്ങനെ തന്നെയല്ലേ, ഭയങ്കര തിരക്കാരം, ഓരോ പണികളുണ്ടാവും. പിന്നെന്താണെന്നോ, ഞാനിനി ആ മീൻ ഇനി മുകളിലിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള പണിക്കും കൂടി അങ്ങോട്ട് നിൽക്കാമെന്ന് കരുതി നെഡ്സുകളെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ ലേയം വരകണ ദിവസം ഓരോ തിരക്കാരം. ഞാനെപ്പോൾ വീഡിയോ ഇടുമ്പോഴും നാളെ ലേയം വരകയാണ് അറിയില്ലേ. അപ്പോൾ 1.5 ഇപ്പോൾ വീഡിയോ ഇടണ 2 ദിവസം കൂടുമ്പോഴാണ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും നമ്മൾ നെഡ്സിലേ കേട്ടോ. പിന്നെ കിട്ടാത്തോലൊക്കെ ഒന്ന് ക്ഷമിക്കൊണ്ട്, പോസ്റ്റ് ഇത്തിരി സ്ലോ ആവുന്നുണ്ട്. അപ്പോൾ പിന്നെ ആക്കെ കിട്ടും കേട്ടോ അതിൻ്റെ നേരം കൊണ്ട്. പിന്നെന്താ, ഇമ്മമാൻ്റെ തട്ടാണ്. ഇനി തട്ടം കണ്ട് ചിരിച്ചാൽ നിൽക്കണ്ട, ഞാൻ കിട്ടുന്ന തട്ടൊക്കെ എടുത്തിട്ട് ഇടും കേട്ടോ. ചിലപ്പോൾ എൻ്റെ തട്ടാരം, ചിലപ്പോൾ അമ്മമാൻ്റെ തട്ടാരം. പിന്നെ അതിൻ്റെ അടിയിൽ കുത്തണ എന്നിട്ട് അതെന്താ, നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോഴില്ലേ നമുക്ക് എന്തെങ്കിലും ഒരു പിരാന്താരം, ചിലപ്പോൾ മാക്സിയൊക്കെ കയറ്റി കുത്തും. പിന്നെ ഞാൻ ഫാൻ്റെ ഇടും അടിയിൽ കേട്ടോ. അപ്പോൾ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഞാൻ മറന്നുകാണ്ട് ക്യാമറയൊക്കെ വെച്ചിക്കണ്, പക്ഷേ ഓർമ്മ ഉണ്ടാവില്ല. നമ്മളെ പണിയിൽ ഇങ്ങനെ എടുക്കുമായിരിക്കൂലേ. അപ്പോൾ ഈ ചിലപ്പോൾ കൈ കയറ്റും, ചിലപ്പോൾ ആ മാക്സിയാണ് കുത്തി കയറ്റും. അത് ഇങ്ങനെ ഒരു വെത്തപ്പാടാണ് നമ്മൾ ഈ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ മാക്സി കുത്തി ചേലായിട്ട്. പിന്നെ ഞാൻ അവിടെ എഡിറ്റ് ചെയ്തപ്പോൾ കട്ട് ചെയ്യാൻ നോക്കി. അപ്പോൾ പിന്നെ ആ ഭാഗം പോഷൻ മുഴുവൻ കട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ പിന്നെ ഋതു പറഞ്ഞു വലിയ വൃത്തിയോടൊന്നുമില്ല, അവിടെ കിടന്നോട്ടെ, നിങ്ങളെ താത്തമാരും ചേച്ചിമാരൊക്കെ അല്ലേ കാണുന്നത്, നിങ്ങൾ ഇൻസ്റ്റയിലൊന്നല്ലല്ലോ പോസ്റ്റ് ചെയ്യണം, നിങ്ങളെ പോൽക്കൊക്കെ അറിയാലോ പറഞ്ഞു. അത് കണ്ടോ, അതിൻ്റെ ആ ചണ്ടിയൊക്കെ അയക്കാൻ അപ്പം തന്നെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടിയിൽ ഞാൻ ഫാൻ്റെ ഇടും കേട്ടോ. അത് അങ്ങനെ ചിലത് ക്യാമറയിൽ ഓർമ്മയൊന്നുമില്ല, ഓർമ്മ ഇല്ലാതെ അങ്ങോട്ട് കയറ്റി കുത്തണതാണ്. പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ ആരും അത് കഴിച്ചിട്ടാൽ മതിയെന്നേ കരുതുക. പിന്നെ അവിടെയൊക്കെ കട്ട് ചെയ്താൽ ഈ രംഗങ്ങൾ കംപ്ലീറ്റ് പോട്ടോ. മധുരമുണ്ട്, മധുരം ഇല്ലാതെ അമ്മക്ക് പറ്റൂല കേട്ടോ. ഷുഗർ നല്ല ഹൈ അടിച്ചലുണ്ട്, ചിലപ്പോൾ ഷുഗർ നന്നായിട്ട് കുറയും. ഇൻസുലിൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഷുഗറിൻ്റെ ഗുളികയാണ് കൊടുക്കുക. ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കൺട്രോൾ ചെയ്യും, ചിലപ്പോൾ ഞാൻ എന്താ കാട്ടല്, അത് ഓരോ ടൈമിനനുസരിച്ച്. ചിലപ്പോൾ അമ്മക്ക് ഷുഗർ നല്ല ഉണ്ടാവും, ചിലപ്പോൾ ഷുഗർ ഉണ്ടാവില്ല.
ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് കാക്കൂനും ഒരു ഗ്ലാസ് ഉമ്മച്ചിക്കും കൊണ്ടേ കൊടുക്കട്ടെ കേട്ടോ. അതൊക്കെ പാടെ കുടിച്ചൊന്നുമില്ല, എന്നാലും ഞാൻ ഇരുന്ന് നമ്മൾ 1 മണിക്കൂർ ഇരിക്കണം കേട്ടോ. ആ ഒരു ജ്യൂസും ഗ്ലാസ് കുടിച്ചണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുടിച്ചണ മാതിരി ഉമ്മാക്ക് കുടിച്ചാൻ വെക്കായിട്ട് നമ്മളെ ഈ തൊണ്ടൻ്റെ അവിടെ അല്ലേ, ആ തൊണ്ടൻ്റെ അവിടെ അല്ലേ മസിലുകൾ ഉണ്ടല്ലോ, കൊല്ലിൻ്റെ അവിടെ, ഞങ്ങളിവിടെ കൊല്ലി എന്നൊക്കെ പറയട്ടോ, അതിൻ്റെ അവിടെ എല്ലാം മസിലുകൾ അയഞ്ഞിട്ടാണ് കേട്ടോ. ആണ്ടോ രാവിലത്തെ പണിയാണ് കേട്ടോ. ഇനി അടുത്ത മുറ്റടിച്ച് വരാൻ അങ്ങോട്ട് തിരിയട്ടോ. രാവിലത്തെ പോലെ വാരലും ഒക്കെ കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ അവിടെ ആകെ പരന്ന് കിടക്കും, അതൊക്കെ നന്നാക്കണം. അപ്പം അതൊന്നും വീഡിയോസ് എടുക്കാൻ കഴിയൂല. നിങ്ങൾക്ക് അറിയണതാണ് 5-6 മക്കൾ സ്കൂൾക്ക് പോകാണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പണി എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാലേ. ചീർപ്പ് വരെ മുറ്റത്തുനിന്നാണ് ഞാൻ അടുത്ത് കേട്ടോ. ഒരു പാച്ചിൽ തന്നെയാരും മക്കളെ രാവിലെ. പിന്നെ ഉമ്മമാനെയും ഒക്കെ വേണ്ടേ നമ്മളെല്ലാം മാനേജ് ചെയ്യണ്ടേ. പിന്നെ ഒക്കെ പറഞ്ഞ പോലെ കാക്കും ഞാനും കൂടിക്കാണ്ട് തന്നെയാണ് ചെയ്യല്. ഒറ്റക്ക് ഇങ്ങോട്ട് ആവൂല, കൂട്ടിയാൽ കൂടൂല. അപ്പോൾ തന്നെ ഞാനോട് കൊയങ്ങും കേട്ടോ. അപ്പോൾ അതാകണ മുറ്റം കൂടി ഇങ്ങോട്ട് അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ വാതിലടിച്ച് കണ്ട് ഔത്തത്തെ പണികളാണ് നോക്കട്ടോ. ഇനി ലേസം മീൻ മുള്ളിടാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ പരിപാടി ഇന്ന് തന്നെ തുടങ്ങുന്ന ആൾക്ക് 2-3 ദിവസത്തെ പരിപാടിയാണ്. ഇതിങ്ങോട്ട് വൈജും കൊയ്ജും ആവോളം മനസ്സിക്കൊരു സമാധാനം ഉണ്ടാവില്ല. പിന്നെന്താണോ ഇത് ഉമ്മാനെ കാണാൻ ആളുകൾ വരലും ഒക്കെ പാടെ തിരക്കുമൊക്കെ ആയിട്ടാണ് കേട്ടോ. ഷിപ്പിങ്ങിന് ഇത്തിരി നേരം വെക്കണം. നമ്മളെ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. പിന്നെ വെയിലടങ്ങനെ കണ്ടപ്പോഴേ ആ മൂത്ര കഷ്ണങ്ങൾ അങ്ങോട്ട് ഒലുമ്പിട്ടാണ് കേട്ടോ. ബേബിയാൾ ഇന്ന് മൂത്രം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് പാമ്പേഴ്സ് കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് എന്ത് കാട്ടി ഞാൻ ആ ഒരു ബ്ലാങ്കറ്റിലായിരുന്നു ഓല് കടന്നിരുന്നത്. മൂത്രം ഒഴിച്ചപ്പോഴേ അതാണ് ഒലുമ്പിട്ട് കഴിഞ്ഞാൽ എവിടെ മക്കളെ അപ്പോൾ അതിന് പണി പറ്റിച്ചു. മഴ ചാറിൽ ഉണങ്ങി നിൽക്കണം കേട്ടോ. അത് ഇങ്ങോട്ട് ഉണങ്ങി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പോൾ അതിന് ഇതാ കാക്കു നട്സും കാര്യങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പും ഇതൊക്കെ എന്തൊക്കെ കൂട്ടണ കുറേ ആൾ ചോദിച്ചിരുന്നു. കുറേ വീഡിയോസിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ്, പംകിനാണ് അടുത്ത് കേട്ടോ. അത് നമ്മളെ ബേബി എടുത്തത് നമ്മളെ മിന്നൂസ് എടുത്ത ഏലക്കായാണ് കേട്ടോ. പിന്നെ മക്കാന, വാൽനട്ട്, പീനട്ട്, എള്ള്, ഈ നിലക്കടല, നമ്മളെ പീനട്ട്, ഇതൊക്കെ ഇത് മക്കാനയാണ് കേട്ടോ. മക്കാനയൊക്കെ താമരൻ്റെ വിത്ത് അറിയില്ലേ. ഇങ്ങനെയുള്ള കുറേ ഐറ്റംസ്, സൺഫ്ലവറിൻ്റെ സ്ലീഡോ കുരു അല്ലേ, അങ്ങനെയൊക്കെ പറയട്ടെ, ഞാനങ്ങനെയൊക്കെ പറയട്ടോ, സൺഫ്ലവറിൻ്റെ കുരു അല്ലേ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അതിൽ കിടക്കുന്നത് കേട്ടോ. ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സുകളാണ് അതിൽ കിടക്കുന്നത്. പിന്നെ മുന്തിരി അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് വാൽനട്ട്, പീനട്ട്, കുറേ സാധന ഐറ്റംസ്, പിസ്ത, അതൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എനിക്കൊരു പാർസൽ വന്നാണ് കേട്ടോ. അതിൻ്റെ വീഡിയോസ് ഞാൻ വിടുന്നുണ്ട് കേട്ടോ. ശതാവരിയും ബീട്രൂട്ടും ക്യാരറ്റും തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കൊണ്ടുവരുമ്പോഴത്തേന് തിരുമ്പി കുളിച്ച് വൃത്തിയായിരിക്കട്ടെ.